ഈ പ്ലാന്റാണ് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഇതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ അമ്മയും കുഞ്ഞുങ്ങളെയും എല്ലാം നമുക്കൊന്ന് വേർതിരിച്ചെടുത്താലോ. നമുക്കിതിനകത്തുനിന്ന് വേര് പൊട്ടാതെ ഇതിൻ്റെ കിഴങ്ങുണ്ട്, കിഴങ്ങിൽ നിന്നാണ് ഈ കുഞ്ഞു കുഞ്ഞു ബേബീസ് ഉണ്ടാവുന്നത്. നമ്മുടെ പ്ലാന്റ് മെച്യൂർ ആയതിന് ശേഷമാണ് ഇതുപോലെ കിഴങ്ങുകൾ ഉണ്ടാവുകയും അതിൽ കുഞ്ഞു ബേബീസ് ഉണ്ടാവുകയും ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേയും ഇത് മെച്യൂർ ആയതിനു ശേഷം പോട്ടിലോട്ട് റീപോർട്ട് ചെയ്യാൻ മാറ്റിയപ്പോഴാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് കണ്ടത്. അത് ഇതുപോലെ ഓരോ ചട്ടുകളിലാക്കി വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്ന ലീഫുകളിലായി വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരുപാട് അലോക്കേഷ്യ വെറൈറ്റീസ് ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് വെൽവെറ്റ് അലോക്കേഷ്യ. നമുക്കിനി അലോക്കേഷ്യയുടെ ഇതുപോലെ കുഞ്ഞു തൈകളുണ്ടാവുന്നത് ഇതുപോലെ നമ്മൾ കിഴങ്ങുകളൊന്നും പോവാതെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചിങ്ങെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അത് ഓരോ ഇതുപോലുള്ള ട്രേയിൽ ഓരോത്തിലും നമുക്ക് ഓരോ നട്ടു കൊടുക്കാം. ഈ ട്രേയിൽ നട്ട ഈ പ്ലാന്റ്സുകൾ നമുക്ക് 2 ലീഫൊക്കെ വന്നതിന് ശേഷം നമുക്ക് ചെറിയൊരു പോട്ടിലോട്ട് പിന്നെ മാറ്റി നട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് ചകിരിച്ചോറും കുറച്ച് എല്ലുപൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് നമ്മൾ മാറ്റി നടുവാണ് കേട്ടോ. അങ്ങനെ ഇതിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവയെല്ലാം നമ്മളിതുപോലെ ട്രേയിലാക്കി വെക്കുകയാണ് കേട്ടോ. ഈ കാണുന്നത് ഇതിന് മുന്നേ ഞാൻ നട്ട പ്ലാന്റ്സുകളാണ്. ഇത് നമ്മൾ ഓൺലൈൻ സെയിലിനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ്. ഇത് നമ്മൾ പോട്ടോട് കൂടിയാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ചകിരിച്ചോറിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഈ ചകിരിച്ചോറ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് വാട്ടറിങ് കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഇതിനകത്ത് കാണിക്കാം. നമ്മൾ ഓവറായിട്ട് വെള്ളം കൊടുക്കുമ്പോൾ താണ്ട് ഇതിൻ്റെ ലീഫുകൾ കണ്ടോ, അതിൻ്റെ ലീഫുകളിൽ താണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. ഇങ്ങനെ വരുന്നത് പ്ലാന്റ് നശിച്ചു പോകാനിടയുണ്ട് കേട്ടോ. കൂടുതലായിട്ട് വെള്ളം ചെല്ലുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം ഒഴിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും കേട്ടോ. ഇവിടെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മക്കളും വെള്ളം ഒഴിക്കാൻ വരും. അപ്പോൾ അവർ ഒഴിക്കുമ്പം ഇച്ചിരി കൂടുതലായിട്ട് ഒഴിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മണലും മണ്ണും എല്ലാം കൂടെ ചേർത്ത് നടന്ന പോട്ട് മിക്സിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് പ്രശ്നമില്ല. ഇത് ചകിരിച്ചോറിൽ മാത്രം വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഈ അലോക്കേഷ്യ പ്ലാന്റ്സിൻ്റെ പോട്ട് മിക്സ് ആണ് കേട്ടോ ഇത്. ഇതിനകത്ത് നമ്മൾ പെർലൈറ്റ്, മണൽ, മണ്ണ്, അതുപോലെ തന്നെ കൊക്കോ ചിപ്സും കൊക്കോ പീറ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് വളത്തിനായിട്ട് എല്ലുപൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ഫുൾ മീൽ എന്ന് പറയുന്ന വളം നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അത് ചേർക്കാവുന്നതാണ്. പിന്നെ ചാണകപ്പൊടി, ഇവയെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എപ്പോഴും വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന പോട്ട് മിക്സ് വേണം ഇതിന് തിരഞ്ഞെടുക്കാനായിട്ട്. അലോക്കേഷ്യയുടെ ഈ വെറൈറ്റീസ് എല്ലാം വളരെ സ്ലോ ഗ്രോത്ത് പ്ലാന്റ്സ് ആണ്. ഇവ മെച്യൂർ ആവാൻ കുറച്ച് സമയമെടുക്കും. എത്ര മെച്യൂർ ആവുന്നോ അതനുസരിച്ചാണ് ഈ പ്ലാന്റിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നത്. ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നവയാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇവയുടെ ലീഫ് ബേണായി പോകും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.